ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ടുള്ള പോവേർട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പോവേർട്ടി ചാപ്റ്റർ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ കുറച്ചധികം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ലിസ്റ്റ് ഔട്ട് ദ കോസസ് റെസ്പോൺസിബിൾ ഫോർ പോവേർട്ടി ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ പോവേർട്ടി അഥവാ ദാരിദ്ര്യം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ മാർക്കുകൾക്ക്, അതായത് 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും സെക്ഷനിലൊക്കെ നമുക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ഔട്ട്. അല്ലെ, ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, എടുത്തെഴുതാൻ മാത്രമേ ഉള്ളൂ. അഥവാ നമ്മളോട് എന്താ പറയണത്, എക്സ്പ്ലെയിൻ ദ കോസസ് റെസ്പോൺസിബിൾ ഫോർ പോവേർട്ടി ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിലോ ഈ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലെ, നമ്മൾ ഇതിലെ ഓരോ പോയിന്റും എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ നമ്മളോട് എന്ത് ചെയ്യണുള്ളൂ, ലിസ്റ്റ് ഔട്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ലിസ്റ്റ് ഔട്ട് ദ കോസസ് റെസ്പോൺസിബിൾ ഫോർ പോവേർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെയാണ് ലോ ഇൻകം, അല്ലെ, കുറഞ്ഞ വരുമാനം. അതിലൂടെ എന്ത് ചെയ്യാം, ആളുകള് ദരിദ്രരായി മാറാറുണ്ട്. ലാക്ക് ഓഫ് അസറ്റുകൾ, അല്ലെ, നമുക്ക് വേണ്ട രീതിയിൽ എന്തില്ല, അസറ്റ് ഇല്ല, സ്വത്തുക്കൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, നമുക്കൊരു ജോലി ഇല്ല, പ്രോപ്പർ ആയിട്ട് ഒരു ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് സംഭവിക്കുക. അല്ലെ, ലോ ഇൻകം ആണ്, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഇൻകമേ ഇല്ല, എങ്ങനെ, നമുക്ക് ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് എന്തിനു കാരണം ആവുന്നുണ്ട്, പോവേർട്ടിക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിക്വാളിറ്റീസ്, നമ്മുടെ എക്കണോമിയിൽ ഇപ്പോഴും എന്തുണ്ട്, ഒരുപാട് ആളുകളെ അവരുടെ വെൽത്തിന്റെ രീതിയിലുള്ള ഇനിക്വാളിറ്റീസ് ഉണ്ട്, പല രീതിയിലുള്ള ഇനിക്വാളിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും വെൽത്തും അനുസരിച്ചിട്ടുള്ള ഇനിക്വാളിറ്റീസ്. അല്ലെ, പ്രോപ്പർ ആയിട്ട് എല്ലാവരെയും എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് കാണാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ലോ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീനിയർ ആയിട്ടുള്ള പ്രോസസ് അല്ല, ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണ്. അല്ലെ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേരിയേഷൻസ് വരാം. ചിലപ്പോൾ എക്കണോമിക് ഗ്രോത്ത് കൂടാം, കുറയാം. അല്ലെ, അതുപോലെ തന്നെ എന്താണ്, സ്റ്റേബിൾ ആയിട്ട് നിൽക്കാം. അങ്ങനെയുള്ള ഏത് സിറ്റുവേഷൻസും വരാം. അതുപോലെ തന്നെ ലോ എക്കണോമിക് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം, നമ്മുടെ കൺട്രിയിൽ പോവേർട്ടി കൂടാനായിട്ട്, ദാരിദ്ര്യം കൂടാനായിട്ട് കാരണമാകുന്നുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഒരു 5 പോയിന്റ്സ് ആണ് പഠിച്ചത്. കൂടുതൽ എക്സ്പ്ലനേഷൻസ് ആവശ്യമില്ലാത്ത പോയിന്റ് ആണ്. അല്ലെ, നമുക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിന്റെ മീനിങ് മനസ്സിലാക്കാം. ഏതൊക്കെയാണ്, ലോ ഇൻകം, ലാക്ക് ഓഫ് അസറ്റ്സ്, അൺഎംപ്ലോയ്മെന്റ്, ഇനിക്വാളിറ്റീസ്, ലോ എക്കണോമിക് ഗ്രോത്ത്. അല്ലെ, നമുക്ക് പ്രോപ്പർ ആയിട്ട് വരുമാനം ഇല്ലാത്തൊരു അവസ്ഥ, സ്വത്തുക്കൾ ഇല്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ ജോലി ഇല്ല, അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ഫേസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇനിക്വാളിറ്റീസ്, ലോ എക്കണോമിക് ഗ്രോത്ത്, കുറഞ്ഞ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച, ഇതൊക്കെ എന്ത് ചെയ്യാം, ഇന്ത്യയില് പോവേർട്ടിക്ക് കാരണമാകുന്നുണ്ട്, ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗവൺമെന്റ് ഹാസ് ഗിവൻ പ്രൈം ഇമ്പോർട്ടൻസ് ടു പോവേർട്ടി അലിവിയേഷൻ സിൻസ് ഇൻഡിപെൻഡൻസ്. പ്രിപ്പയർ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ഫോർ പോവേർട്ടി ഇറാഡിക്കേഷൻ. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പോവേർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്താണ്, ഏറ്റവും കൂടുതൽ നമ്മൾ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എങ്കിൽ തന്നെയും എന്താണ്, നമ്മൾ ഇൻഡിപെൻഡൻസ് മുതൽ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു ടൈം മുതൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പോവേർട്ടി അലിവിയേഷൻ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. അപ്പം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പല പല പോളിസീസും 5 year പ്ലാൻസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോവേർട്ടി അലിവിയേഷൻ, അല്ലെ, പോവേർട്ടി ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് പോവേർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോവേർട്ടി അലിവിയേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അല്ലെ, എന്തൊക്കെയാണ്, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലെയും LPGയിലെയും അതുപോലെ തന്നെ പോവേർട്ടിയിലെയും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ടും ചോദിക്കും. ആ ഒരു നിർബന്ധമായിട്ടും ചോദിക്കുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് മെഷേഴ്സ് ഓഫ് പോവേർട്ടി അലിവിയേഷൻ, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തൊക്കെ പ്ലാൻസ് ആൻഡ് പോളിസീസ് ആണ് പോവേർട്ടി അലിവിയേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോ 3 രീതിയിലാണ് നമ്മൾ പോവേർട്ടി അലിവിയേഷനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാമിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. ആദ്യത്തെ എന്താണ്, സ്വയം തൊഴിലും അതുപോലെ തന്നെ ആളുകൾക്ക് ജോലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്രോഗ്രാംസ് ആണ്. രണ്ടാമത്തത് ഫുഡ് സെക്യൂരിറ്റി ആണ്, ഭക്ഷ്യ സുരക്ഷയാണ്. ഇനി മൂന്നാമത്തേൽ എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി ആണ്, സാമൂഹ്യ സുരക്ഷയാണ്. ഇനി ഓരോന്നിലും ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ പോളിസീസ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോണത്. ആദ്യം തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആണ്. അതിലൊരു 4 പോയിന്റ്സ്, 4 പോളിസീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെയാണ്
കുറച്ച് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഇത്? ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ആയിരിക്കും. ഓക്കെ, അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗർ യോജന, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഈ ഷോർട്ട് ഫോംസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. PMRY, SJSRY എന്നൊക്കെയുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതിലൂടെ നമുക്ക് അതിന്റെ എക്സ്പാൻഷൻ ഓർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടഫാണെന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒന്നാമത് നോക്കുക, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗർ യോജന അഥവാ PMRY. ഇതിൽ പറയുന്നത് അണ്ടർ ദിസ് പ്രോഗ്രാം എഡ്യൂക്കേറ്റഡ് unemployed people from low income families in rural and urban areas can get financial assistance in the form of bank loans. അതായത് ഇവിടെ പറയണത് റൂറൽ ഏരിയയിലെയും സെയിം തന്നെ അർബൻ ഏരിയയിലെയും, ഓക്കെ, അതായത് ഗ്രാമപ്രദേശങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെയും എന്താണ് ലോ ഇൻകം ഫാമിലീസിൽ പെട്ടിട്ടുള്ള, കുറഞ്ഞ വരുമാനമുള്ള ഫാമിലീസിൽ പെട്ടിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള, അതായത് തൊഴിൽ രഹിത ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണു? നമ്മള് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെ, അതായത് എന്ത് ചെയ്യണു? നമ്മള് ധനസഹായങ്ങൾ ചെയ്യുന്നു. എന്ത് ഫോമിലാണ് ചെയ്യുക? ബാങ്ക് ലോൺസ് ആയിട്ടാണ്. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യും? കുറഞ്ഞ ഇൻട്രസ്റ്റിലൊക്കെ ബാങ്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. ആർക്കൊക്കെയാണ്? അർബൻ ഏരിയയിലെയും റൂറൽ ഏരിയയിലെയും എങ്ങനെയുള്ള ആളുകൾക്കാണ്? അവർക്ക് ലോ ഇൻകം ഫാമിലിയിലുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗർ യോജനയിൽ പറയുന്നത്. ഇനി അടുത്ത് നോക്കുക, സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗർ യോജന SJSRY ആണ്. SJSRY ഇനീഷ്യേറ്റഡ് ഇൻ ഡിസംബർ 1997 ഡിസംബറിലാണ് എന്ത് ചെയ്യുന്നത്? ഈ SJSRY നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. SJSRY mainly aims at creating employment opportunities for both self-employment and wage employment in urban areas. അതായത് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ് ഒക്കെ പോലെയാണ് അല്ലെ. നമ്മൾ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്ന ആ ഒരു ടേം പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? എംപ്ലോയ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, അപ്പൊ അവർക്ക് സ്വയം തൊഴിലിനുള്ള അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേജ് എംപ്ലോയ്മെന്റ്, റെഗുലർ വേജ് അല്ലെങ്കിൽ കാഷ്വൽ വേജ് വർക്കേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തെങ്കിലും വേജിനുള്ള, വേതനത്തിലുള്ള അവര് തൊഴിലുകൾ അവർക്ക് കൊടുക്കുക. അതാണ് എന്തിൽ പറയണേ? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. ശ്രദ്ധിക്കുക, ഇതിൽ കൂടുതൽ പറയണത് അർബൻ ഏരിയാസ് ആണ്. ഓക്കെ, നമ്മൾ മുമ്പ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റൂറൽ ഏരിയയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അർബൻ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പോവേർട്ടിയും അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് റൂറൽ ഏരിയയിലെ ആളുകൾ കുറച്ചുകൂടി നല്ലൊരു എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ട് അർബൻ ഏരിയാസിൽ പോവും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ അവിടെയും പോവേർട്ടി കൂടുകയാണ്. അപ്പോൾ അർബൻ ഏരിയസിലെ ഈ ഒരു പോവേർട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കുക, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന. മക്കളെ ഓരോ പേരുകളും കണക്റ്റഡ് ആണ്. ചില വാക്കുകൾ അതിൽ നിന്ന് കുറയും, ചില വാക്കുകൾ അതിൽ കൂടും. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൽ വ്യത്യാസം വരുന്നത്. ഷോർട്ട് ഫോംസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, അതിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഷൻ ഓർത്ത് പഠിക്കാൻ പറ്റും. ഇറ്റ് എയിംസ് അറ്റ് പ്രൊമോട്ടിംഗ് മൈക്രോ എന്റർപ്രൈസസ് and to bring the assisted poor families above the poverty line by organizing them into self-help group. എന്താണ് മക്കളെ ഈ self-help group എന്ന് പറയുന്നത്? സ്വയം സഹായ സംഘങ്ങൾ അല്ലെ. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? പുവർ ഫാമിലീസിലുള്ള ആളുകൾക്ക് എന്താണ്? മൈക്രോ എന്റർപ്രൈസുകൾ, അതുപോലെ തന്നെ എന്താണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ വഴി അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന എന്ന് പറയുന്നത്. ഇനി നാലാമത്തെയാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005. The aim of the act is to provide guaranteed wages employment to every household. Under this program, volunteer adult will be provided unskilled manual work for a minimum of 100 days in a year. ഇതിൽ പറയുന്നത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതികളാണ്. അതായത് എന്താണ്? അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രോപ്പർ ആയിട്ട് എഡ്യൂക്കേഷൻ കിട്ടാത്ത, അധികം സ്കിൽ ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്തതിനു ശേഷം ഒരു വർഷത്തില് അറ്റ്ലീസ്റ്റ് 100 ദിവസമെങ്കിലും അവർക്ക് എന്ത് ചെയ്യണു? ജോലി ഉറപ്പാക്കുന്നു. ഇത് നമ്മൾ കൂടുതലായിട്ട് പറയാറുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള തൊഴിലുറപ്പ് പദ്ധതികളാണ് ഈ പറയുന്ന നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിൽ പറയണത്. ഓക്കെ, 4 നമ്മൾ പഠിച്ചു. പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗർ യോജന, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഇതാണ് സെൽഫ് എംപ്ലോയ്മെന്റിനും അതുപോലെ തന്നെ വേജ് എംപ്ലോയ്മെന്റിനും നമ്മളെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുക,
ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആണ്. ഓക്കെ, ഭക്ഷ്യസുരക്ഷ കൈവരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. 5 നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെയാണ് PDS അഥവാ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അണ്ടർ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫുഡ് ഗ്രെയിൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് സബ്സിഡി റേറ്റ് ത്രൂ റേഷൻ ഷോപ്പ്. PDS എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? റേഷൻ ഷോപ്പുകളാണ്. ഓക്കെ, റേഷൻ ഷോപ്പുകളിലൂടെ ഓരോ കുടുംബത്തിനും അതിലുള്ള മെമ്പേഴ്സിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ ഇൻകം ഗ്രൂപ്പിനനുസരിച്ചിട്ടും സബ്സിഡി നിരക്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫുഡ് ഗ്രെയിൻസ് വാങ്ങാനായിട്ട് പറ്റും അല്ലെ. ഫുഡ് ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ അരി, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന റേഷൻ ഷോപ്പുകളിലൂടെ കിട്ടാറുണ്ട്. ഇതെന്താണ്? ആളുകളിലേക്ക് ഈ ഫുഡ് ഗ്രെയിൻസ് എത്തിക്കുക എന്നുള്ളതാണ്, പോവേർട്ടി കുറയ്ക്കുക എന്നുള്ളതാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ എയിം എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. അണ്ടർ ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ ബിലോ 6 ആർ ഗിവൻ ഫുഡ് അസിസ്റ്റൻസ്. അതായത് അമ്മമാർക്കും അതുപോലെ തന്നെ 6 മന്ത്സിനും ഒക്കെ ഇടയിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു? ഫുഡ് അസിസ്റ്റൻസ് കൊടുക്കുന്നു. എന്തിലൂടെ? നമ്മുടെ ഈ അംഗനവാടികളൊക്കെ പോലെയുള്ള അങ്ങനെയുള്ള ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യണു? കുട്ടികൾക്ക് അതുപോലെ തന്നെ അമ്മമാർക്കും എന്ത് ചെയ്യണു? അവർക്ക് ഫുഡ് അസിസ്റ്റൻസ് കൊടുക്കുന്നു. ഓക്കെ, അതാണ് എന്തിൽ പറയണേ? ICDS അഥവാ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിൽ പറയുന്നത്. അടുത്താണ് മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾസ്. ഇത് നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും അല്ലെ. അണ്ടർ മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾസ് ചിൽഡ്രൻ ആർ ഗിവൻ ഫ്രീ കുക്ക് മീൽസ് ഇൻ സ്കൂൾസ് അല്ലെ. സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നു? സൗജന്യമായിട്ട് ഉച്ചഭക്ഷണം കൊടുക്കുന്നു. മിഡ് ഡേ മീൽസ് കൊടുക്കുന്നതാണ് എന്ത്? ഈ ഒരു മിഡ് ഡേ മീൽ സ്കീം അറ്റ് സ്കൂൾസ് എന്ന് പറയുന്നത്. എല്ലാ സ്കൂളുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? 3ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുന്നു അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പോവേർട്ടി ഇറാഡിക്കേഷൻ, പോവേർട്ടി അലിവിയേഷന് വേണ്ടി ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഒരു പോളിസിയാണ്. അടുത്തതാണ് അന്നപൂർണ സ്കീം. ദിസ് കവേഴ്സ് പുവർ സീനിയർ സിറ്റിസൺ നോട്ട് ഗെറ്റിംഗ് ഓൾഡ് ഏജ് പെൻഷൻ. അതായത് ഇത് കുറച്ചുകൂടി എയിം ചെയ്യേണ്ടത് എന്താണ്? പുവർ സീനിയർ സിറ്റിസൺ, പാവപ്പെട്ട എന്താണ് സീനിയർ സിറ്റിസൺസിന് ഓൾഡ് ഏജ് പെൻഷൻ കിട്ടാത്ത ആളുകൾക്ക്, ഓക്കെ, പെൻഷൻ കിട്ടാത്ത പുവർ സീനിയർ സിറ്റിസൺസിന് എന്ത് കൊടുക്കുക? അസിസ്റ്റൻസ് കൊടുക്കുക. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫുഡ് അസിസ്റ്റൻസ്. ഫുഡ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫുഡ് ഗ്രെയിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്ത്? അന്നപൂർണ സ്കീമിൽ വരുന്നത്. അടുത്തതാണ് അന്ത്യോദയ അന്ന യോജന. ഇറ്റ് ടാർഗറ്റ്സ് വെരി പുവർ ഫാമിലീസ്. ഫുഡ് ഗ്രെയിൻസ് ആർ ഗിവൻ ഹൈലി സബ്സിഡൈസ്ഡ് റേറ്റ് അണ്ടർ ദിസ് സ്കീം. അടുത്തതാണ് അന്ത്യോദയ അന്ന യോജന. ഇത് കുറച്ചുകൂടി എയിം ചെയ്യുന്നത് വെരി പുവർ, ഭയങ്കര ദരിദ്രരായിട്ടുള്ള, അതിദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? വളരെ കുറഞ്ഞ സബ്സിഡി, വളരെ കുറഞ്ഞ നിരക്കിൽ എന്ത് ചെയ്യണു? അവർക്ക് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നു. ഓക്കെ, ഹൈ സബ്സിഡി റേറ്റ്, അതായത് കുറഞ്ഞ വിലയിൽ ഹൈ സബ്സിഡി റേറ്റിൽ എന്ത് ചെയ്യണു? അവർക്ക് ഫുഡ് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യണു. അതാണ് അന്ത്യോദയ അന്ന യോജനയിൽ പറയുന്നത്. ഓക്കെ, 5 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, മിഡ് ഡേ മീൽസ്, അന്നപൂർണ സ്കീം, അന്ത്യോദയ അന്ന യോജന. ഓക്കെ, ഇതാണ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്. അടുത്തതാണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. അതിലൊന്നാമത്തെയാണ് ആം ആദ്മി ബീമ യോജന. ഇറ്റ് ഈസ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ടു ദ വർക്ക് മാൻ ഇൻ ഇൻഫോർമൽ ഒക്യുപ്പേഷൻസ്. അതായത് ആം ആദ്മി ബീമ യോജനയിൽ പറയുന്നത് ഇൻഫോർമൽ സെക്ടറിലുള്ള, അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള വർക്ക് മാൻസിന് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ആം ആദ്മി ബീമ യോജന എന്ന് പറയുന്നത്. അടുത്തതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. ഇത് ഗിവ്സ് 500 ടു ഈച്ച് മെമ്പേഴ്സ് 65 ആൻഡ് എബോവ് ബിലോങ്ങിങ് ടു BPL ഫാമിലീസ്. അതായത് BPL ഫാമിലിയിൽ പെടുന്ന 65 വയസ്സിനും അതിന് മുകളിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യണു? നമ്മള് 500 രൂപ എന്നാണ് ഇവിടെ പറയുന്നത്. എമൗണ്ട് കൂടിയിട്ടുണ്ടോ, വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ടെക്സ്റ്റിൽ പറയുന്നത് എന്താണ്? 500 ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? 65 വയസ്സിനും അതിന് മുകളിലുള്ള എന്താണ് സീനിയർ സിറ്റിസൺസിന് എന്ത് ചെയ്യണു? നമ്മള് ഈ പറയുന്ന ഈ ഒരു സ്കീമിലൂടെ എന്ത് ചെയ്യും? നമ്മള് കുറച്ചുകൂടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിലൂടെ. അടുത്തതാണ് അഡൽട്ട് പെൻഷൻ യോജന. ദിസ് പ്രോഗ്രാം വാസ് ഇന്റൻഡഡ് ടു പ്രൊവൈഡ് പെൻഷൻ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ഫോർ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 80 to 40. നേരത്തെ നമ്മൾ പറയുന്നത് 64ഉം അതിന് മുകളിലുള്ളതാണ്. ഓക്കെ, 65ഉം അതിന് മുകളിലാണ്. ഇവിടെ പറയുന്നത് 80 to 40 ആണ്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ഏജ് ഗ്രൂപ്പിന് എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് എന്ത്? അഡൽട്ട് പെൻഷൻ യോജന എന്ന് പറയുന്നത്. അടുത്തതാണ് ജനശ്രീ ബീമ യോജന. ഇതിൽ പറയുന്നത് എന്താണ്? BPL ഫാമിലീസിന് എന്ത് ചെയ്യുക? ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക. അതാണ് ജനശ്രീ ബീമ യോജനയിൽ പറയുന്നത്. 4 പോയിന്റ്സ് പഠിച്ചു. ആം ആദ്മി ബീമ യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒക്യുപ്പേഷൻസ് ഉള്ള വർക്ക് മാന് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മെമ്പേഴ്സിനും
65 അല്ലെങ്കിൽ അതിൽ എബോവ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യണു, ഇവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു, BPL ഫാമിലിയിലുള്ള ആളുകൾക്ക് കേട്ടോ. ഇനി അഡൾട്ട് പെൻഷൻ യോജനയാണ് ഇത് എന്ന് പറയുന്നത്. എന്താണ്, അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു. ജനശ്രീ ബീമാ യോജന എന്ന് പറഞ്ഞാൽ എന്താണ്, BPL ഫാമിലീസിന് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നു. ഇതാണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. നമ്മൾ ഏതൊക്കെ പഠിച്ചു, സെൽഫ് എംപ്ലോയ്മെന്റ് പഠിച്ചു, അല്ലെങ്കിൽ വേജ് ആ ഒരു എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് പഠിച്ചു, ഫുഡ് സെക്യൂരിറ്റി പഠിച്ചു, അടുത്താണ് സോഷ്യൽ സെക്യൂരിറ്റിയും പഠിച്ചു. ഓക്കെ, 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള essay ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ പോവേർട്ടി ലൈൻ അല്ലെ. ദാദാഭായ് നവറോജി ആണ് എന്ത് ചെയ്യണത്, ഈ ഒരു പോവേർട്ടി ലൈൻ ഇംപ്ലിമെന്റ് ചെയ്യണത്. ഇതിൽ പല കാറ്റഗറീസ് ഉണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ പോവേർട്ടി ലൈൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കിയേ, ഓൾവേസ് പുവർ ഉണ്ട്, യൂഷ്വലി പുവർ ഉണ്ട്, ടേണിംഗ് പുവർ ഉണ്ട്, ഒക്കേഷണലി പുവർ ഉണ്ട്, നെവർ പുവർ ഉണ്ട്. നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ മക്കളെ, ഈ ഒരു ഫസ്റ്റത്തിൽ നോക്കുക, അവർ എപ്പോഴും എന്താണ്, പോവേർട്ടി ലൈനിന്റെ താഴെയാണ്. അവർ നമ്മൾ ഓൾവേസ് പുവർ എന്ന് പറയും. ഇവിടെ എന്താണ്, യൂഷ്വലി പുവർ, എപ്പോഴും പൊതുവെ പുവർ ആണ് അവര്. കാരണം ചില സമയങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യണുള്ളൂ, ഒരു പോവേർട്ടി ലൈനിന്റെ മുകളിലേക്ക് വരുന്നുള്ളൂ. പിന്നെയാണ് ടേണിംഗ് പുവർ, അതായത് ഇടക്കാല ദരിദ്രർ പോലെയുള്ള ആൾക്കാർ. അതായത് എന്ത് ചെയ്യണു, അവര് ഇടയ്ക്ക് പോവേർട്ടി ലൈനിന്റെ മുകളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു, മുകളിലേക്ക് പോകുന്നു. സീസണൽ വർക്കേഴ്സ് ഒക്കെയാണ് കൂടുതലും ടേണിംഗ് പുവറിൽ പെടാറുള്ളത്. പിന്നെ ഉള്ളതാണ് ഒക്കേഷണലി പുവർ, അതായത് വളരെ ചില സാഹചര്യങ്ങളിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ജോലി നഷ്ടപ്പെടുക, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ അവർ എന്ത് ചെയ്യണുള്ളൂ, അവര് ദരിദ്രരേഖ താഴെ വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ മാത്രമേ അവർ എന്ത് ചെയ്യണുള്ളൂ, പോവേർട്ടി ലൈന് താഴെ വരുന്നുള്ളൂ. പിന്നെ പറയുന്നതാണ് നെവർ പുവർ, അവർ എപ്പോഴും എന്താണ്, പോവേർട്ടി ലൈനിന്റെ മുകളിലാണ്, ഒരിക്കലും അവർ ദരിദ്രരാവുന്നില്ല. ഇതിൽ തന്നെ ഓൾവേസ് പുവറിനെയും യൂഷ്വലി പുവറിനെയും ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രോണിക് പുവർന്നും ടേണിംഗ് പുവറിനെയും ഒക്കേഷണലി പുവറിനെയും നമ്മൾ ട്രാൻസിയൻ പുവർന്നും, അതുപോലെ തന്നെ എന്താണ്, ഒക്കേഷണലി പുവറിനെയും നെവർ പുവറിനെയും കൂടെ നോൺ പുവർ ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ പോവേർട്ടി ലൈൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു പിക്ചർ തന്നിട്ട് അതിൽ നിന്ന് ഏത് ടൈപ്പ് ഓഫ് പോവേർട്ടി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഇവിടെ ഈ പറയുന്ന പോവേർട്ടി ലൈൻ പഠിക്കുക, അത് വെച്ച് കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കുക, പോവേർട്ടി അലിവിയേഷന്റെ ആ ഒരു എന്താണ് essay ക്വസ്റ്റ്യൻ പഠിക്കുക, അതിനുശേഷം എന്താണ് കോസസ് ഓഫ് പോവേർട്ടി പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും എന്ത് ചെയ്യണത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഒരിക്കലും ഈ കാണിച്ചു തന്ന ഇപ്പൊ പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.